നമ്മോടൊപ്പം ഉള്ളത് യുഎയിലെ ബെസ്റ്റ് മലയാളി ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളായ വിപിൻ വേണുവാണ്. ഹായ്. ബെസ്റ്റ് ഇൻഫ്ലുവൻസറിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ കാരണം വിപിന്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാം, വലിച്ചു വാരി കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയല്ല, ആളുകൾക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് ആ ജേർണിയിൽ തന്നെ ആദ്യം തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്? ഞാൻ ശരിക്കും എൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ് ഒരു കണ്ടന്റ് ക്രിയേഷൻ. ഞാനൊരു ബിസിനസ് 2017 സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത് 1 minute സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം ഒരു 1000+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾക്കുള്ള അപ്രോച്ച്, അവർ സമീപിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആയിരിക്കും. വിമർശിക്കുന്നവരുണ്ടാകാം. അപ്പൊ വിമർശനങ്ങളോടുള്ള വിപിന്റെ പ്രതികരണം എന്താണ്? വിപിൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഈ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ നെഗറ്റീവ് കമൻസും കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പിന്നെ മനസ്സിലായ ഒരു കാര്യം, ആളുകൾ നമ്മളൊരു സ്റ്റേജ് എത്തുന്നവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അന്നൊക്കെ എനിക്ക് വളരെ 500-600 ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ കാണുമ്പോൾ അന്നങ്ങോട്ട് നെഗറ്റീവ് പറയും. ഓരോന്നിങ്ങനെ നമ്മൾ അടിച്ച് ചവിട്ടി താഴ്ത്താൻ നോക്കും. പക്ഷേ നമ്മളവിടെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത്ര ആളുകൾക്ക് എന്തെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞ് നിർത്തിപ്പോയാൽ നമ്മുടെ ഗ്രോത്ത് അവിടെ തീർന്നു. പക്ഷേ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ പിന്നെ അവർ പ്രത്യേകിച്ച് നമുക്കൊരു നമ്മുടെ ഫോളോവേഴ്സിൻ്റെ നമ്പർ കൂടുന്നു, നമ്മുടെ വീഡിയോസ് ഇട്ട് നമ്മൾ നിർത്തുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ആളുകൾ മിണ്ടാതിരിക്കും. പക്ഷേ എന്തായാലും എവിടെ ഈ സമയത്ത് പോലും ആളുകൾ നെഗറ്റീവ് പറയുന്നവരുണ്ട്. അവർ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. മൈൻഡ് ഇഗ്നോർ ചെയ്ത് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നാണ് ഞാൻ പറയാനുള്ളത്. അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. റീസെൻ്റ്ലി ചെയ്തതിൽ ഒരു പെൺകുട്ടീനെ ആക്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ കണ്ണിനെ ആക്രമിച്ച ഒരു പയ്യൻ്റെ ഒരു കേസ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് വീഡിയോ ചെയ്തു. 3 പാർട്ട് ചെയ്തു. ആ 3 പാർട്ടും എല്ലാവരും ഏറ്റെടുത്തു. ഞാനത് പോലീസ് അതിന് മുൻപ് വരെ ആ കേസ് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഭയങ്കര സീരിയസ് ആയിട്ട് ആ കുട്ടീനെ വന്ന് കണ്ട് സംസാരിച്ച് ആ കേസിൽ ഭയങ്കര ഒരു ഇതുണ്ടായി. ആ ഒരു കേസോട് കൂടി തന്നെ എനിക്ക് കുറേ വിമർശനങ്ങളും ഭീഷണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പയ്യനെ പറ്റി സംസാരിച്ചുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പോലീസിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി അത് സോൾവ് ആയി. അപ്പം അങ്ങനെ ഒരു ആരും ശ്രദ്ധിക്കാതെ പോയിരുന്ന ഒരു കേസ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു വോയിസ് ഉണ്ടായിരുന്നു, എൻ്റെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു വോയിസ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സന്തോഷം, അവരുടെ ഒരു ഇത് കാണുമ്പോൾ നമുക്കൊരു ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. വിപിൻ ഒരു ഓൺട്രപ്രണർ കൂടിയാണല്ലോ. ചെയ്യുന്ന വീഡിയോസ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാ മേഖലയിലും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൊക്കെയുള്ളൊരു ടൈം, ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ ഇതിനൊരു സമയം എല്ലാ ദിവസവും ഒരു സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്, പ്ലസ് എൻ്റെ പാഷൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയം കണ്ടെത്തുമല്ലോ, അതാണ് കുഴപ്പമില്ല.